എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ചില ദിവസങ്ങളായിട്ട് മിഡിൽ ഈസ്റ്റിലെ വാർത്തകളാണല്ലോ ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമസേന യമനിൽ ഹൂതികളുടെ താവളങ്ങളിൽ വലിയ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപാണ് ഹൂതികൾ അയച്ചതായിട്ടുള്ള ഒരു ഡ്രോൺ ഇസ്രയേലിൽ വന്ന് പതിക്കുകയും ഒരു ഇസ്രയേലി പൗരൻ മരണപ്പെടുകയൊക്കെ ചെയ്തത്. അതിൻ്റെ പ്രതികാരമായിട്ട് ഇസ്രയേൽ വ്യോമസേന യമനിലെ ഹുദൈദ പോർട്ടിൽ ആക്രമണം നടത്തുകയും ദിവസങ്ങളോളം ആ തീകൾ കെടുത്താൻ കഴിയാതെ വണ്ണം കത്തുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കൂടിയൊക്കെ കണ്ടതാണ്. വലിയ നാശനഷ്ടമാണ് ഇസ്രയേൽ വ്യോമസേന അവിടെ അന്ന് ആക്രമണത്തിൽ ഹൂതികൾക്ക് വരുത്തിയത്. അതിനുശേഷം ലോകവും മറ്റുള്ള നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഹൂതികൾ അതോടുകൂടി ഒരു പാഠം പഠിച്ചു എന്നാണ്. എന്നാൽ തീവ്രവാദികൾക്ക് എന്ത് ലെസൺ, അവർക്ക് നമ്മൾ പലപ്പോഴും ഒരു ചൊല്ലുണ്ട്, തീവ്രവാദികൾക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഈ പ്രവർത്തികൾ കാണുമ്പോൾ അവർക്ക് ബുദ്ധി ഇല്ലയോ എന്ന് നമുക്ക് തോന്നുമാറാണ്. അവർ വീണ്ടും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏതാണ്ട് 4 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് അയച്ചത്. ഇന്നലെയും ഒരു ബാലിസ്റ്റിക് മിസൈൽ നമുക്കറിയാം നെതന്യാഹു ന്യൂയോർക്കിൽ നിന്നും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത ശേഷം തിരികെ കടന്നു വരുമ്പോൾ ആ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ അവിടേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിനെ തകർക്കുകയൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഇസ്രയേൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും നമ്മൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്ന പോലെ ഹിസ്ബുള്ളയോടും ഹമാസിനോടുമൊക്കെ യുദ്ധം ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഇസ്രയേൽ എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. ഒരിക്കലും ഹൂതിയെ പോലെയുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തി വെറുതെ പണി മേടിച്ച് കൂട്ടുക എന്നുള്ള ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇസ്രയേൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇന്നലെ അവിടെ നടത്തിയിരിക്കുന്നത്, ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇസ്രയേൽ ഇപ്രകാരമാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ഡസൻ കണക്കിന് ഫൈറ്റർ പ്ലെയിനുകളാണ് ഈ ഒരു മിഷനിൽ പങ്കെടുത്തത്. കൂടെ തന്നെ റീഫ്യൂവൽ പ്ലെയിന്, നമുക്കറിയാം ഈ യമൻ ഇസ്രയേലിൽ നിന്നും ഏകദേശം 1500 കിലോമീറ്ററോളം ദൂരെയാണ്. അത്രയും ദൂരം ഒരു ഒറ്റയടിക്ക് പോയി പറന്ന് ബോംബിട്ട് തിരികെ വരുവാൻ ഫൈറ്റർ ജെറ്റിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ഫ്യൂവൽ നിറയ്ക്കുവാൻ വേണ്ടി റീഫ്യൂവലിംഗ് പ്ലെയിനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പൈ പ്ലെയിനും ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമോ മറ്റെന്തെങ്കിലും ഈ പോകുന്ന ഫ്ലൈറ്റുകൾക്കുണ്ടാവുകയാണെങ്കിൽ അതിനെ സ്പൈ ചെയ്യുവാനും ആ സിഗ്നലുകളൊക്കെ പിടിക്കുവാനും അതിന് തക്കതായിട്ടുള്ള സ്പൈ പ്ലെയിനും അതിനോടൊപ്പം അകമ്പടിയായിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോഴേ അറിയുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ആക്രമിച്ച അതേ പോർട്ടിൽ തന്നെയാണ്, ഹുദൈദ പോർട്ടിലാണ് ഇസ്രയേൽ ഈ തവണയും ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ റസ്കിസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടി ആക്രമണം നടത്തുകയുണ്ടായി. പ്രധാനമായിട്ടും ഇസ്രയേൽ വ്യോമസേന ആക്രമിച്ചത് പവർ പ്ലാന്റും അതുപോലെ തന്നെ പോർട്ടുമാണ് അവരെ ആക്രമിച്ചത്. പവർ പ്ലാന്റിൽ അവിടെ യമനിലെ ആ ഏരിയകളിലൊക്കെയും ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് അറിയുവാൻ സാധിച്ചത്. പോർട്ടും അവരെ ആക്രമിക്കുകയുണ്ടായി. അവിടെ ഈ പോർട്ട് പ്രധാനമായിട്ടും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുവാനും ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള ഈ തീവ്രവാദികൾക്കുള്ള ആയുധങ്ങളും ഈ പോർട്ടിലാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ഇസ്രയേലെ ആക്രമിച്ചിരിക്കുന്നത് ഈ തവണയും. അങ്ങനെ വലിയൊരു നാശനഷ്ടം അവിടെ ഹൂതികൾക്ക് വരുത്തുവാൻ തക്കോണം ഈ ഒരു ആക്ഷൻ ഇടയായിട്ടുണ്ട്. ഈ ആക്ഷന് ശേഷം ഇസ്രയേലിൻ്റെ സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത്, യോവാൻ ഗോലാൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ കൈ എത്താത്തതായിട്ട് ഒരു സ്ഥലവുമില്ലെന്ന് എല്ലാവരും അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഹൂതികളുടെ താവളങ്ങളിൽ ഇസ്രയേൽ നടത്തിയതായിട്ടുള്ള ആക്രമണത്തിൻ്റെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. الله عن دمر إسرائيل أبى الصفحة. أيوة
തീർച്ചയായിട്ടും ഇറാൻ ആയിരിക്കണം ഈ ഒരു ഹൂതികളെയും കൊണ്ട് ഇതിപ്പോഴേ ചെയ്യിപ്പിക്കുവാനുള്ള കാരണം ഈ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവരായിരിക്കുന്നു. അതുപോലെ തന്നെ ഹമാസ് ഏതാണ്ട് തകർന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ തന്നെ ആയിരിക്കണം ഹൂതികളോട് ഈ പ്രകാരം ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുവാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇത് ഇസ്രയേൽ എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ തീ കൊണ്ട് തല ചൊറിയുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു അവസ്ഥയായി പോയി. ഇസ്രയേല് എവിടെയും അവർക്കെതിരെ വരുന്ന ഭീഷണിയെ ആ നിമിഷം തന്നെ ആക്രമിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇസ്രയേൽ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു രാജ്യവും പറയുന്നത് കേൾക്കാതെ ഇസ്രയേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് രാജ്യത്തെയും ആക്രമിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വെറുതെ അവരെ പ്രകോപിപ്പിച്ച് പണി ചോദിച്ചു മേടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഹൂതികൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തീവ്രവാദികൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം അത് പറയുകയുണ്ടായത്. ഇറാൻ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിനെ, ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളുടെ ദുഃഖാചരണം 5 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞാൽ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാവുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിലും രസകരമായിട്ടുള്ള കാര്യം, ഈ ഭീഷണിയൊക്കെ പറഞ്ഞ ശേഷം ആയത്തുള്ള ഖൊമേനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഒളി സങ്കേതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്തും ചെയ്യും ഉള്ളത് ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഭയമുള്ളത്. ഇറാന് ഈ ചെയ്യുന്ന ഇപ്പോൾ ഹൂത്തികളോടും ഇസ്രായേൽ ചെയ്തതായിട്ടുള്ള വലിയ ആക്രമണവും ഒക്കെ ഇറാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന് വളരെ വ്യക്തമായിട്ടറിയാം, ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേൽ ശക്തമായിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഒക്കെ തകർക്കുമെന്ന് ഇറാന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇറാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ആ കാര്യങ്ങളൊക്കെയും നോക്കി കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അക്രമമൊന്നും നടത്താതെ അവരെ പിൻപോട്ട് വലിഞ്ഞിരിക്കുന്നത് വാഗൊണ്ടൊക്കെ അവർ പലതും പറയാറുണ്ടെങ്കിലും അവരെ ശരിക്കും നേരിട്ട ഒരു ആക്രമണത്തിന്, ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് അവർ മുതിരാതെ നിൽക്കുന്നത് ശരിക്കും ഭയം കൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ പല യൂട്യൂബ് വീഡിയോകളിലും ആളുകൾ വളരെ എക്സാജറേറ്റ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സാജറേറ്റ് ചെയ്താണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ദിവസങ്ങളിലെ വിഷയങ്ങളൊക്കെ അവർ പറയുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് വളരെ ചെറിയ വീഡിയോകൾ കൊണ്ടുവന്ന് യഥാർത്ഥമായിട്ടുള്ള എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.